സേനകളെ കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകളും തെരച്ചിലിലും രക്ഷാപ്രവർത്തനത്തിലും സജീവമാണ്. ദുരന്തമുഖത്ത് ആദ്യാവസാനം ഇത്തരം സംഘടനകൾ നടത്തുന്ന ഇടപെടലുകളും വിലമതിക്കാനാകാത്തതാണ്. മുജീബ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരന്തമുഖത്ത് മതവും ജാതിയും നോക്കാതെയായിരുന്നു മലയാളികൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നത്. നിരവധി പേരെയാണ് ഇവർ രക്ഷപ്പെടുത്തിയത്. അത്തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു സന്നദ്ധ സംഘടനയാണ് നമ്മോടൊപ്പം ഉള്ളത്. സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSFന് കീഴിലുള്ള വിക്കായ വിങ്. ഇവരാണ് അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ ഇവരും സജീവമായിരുന്നു. അതുപോലെ തന്നെ മറ്റു യുവജന സംഘടനകളും ഒട്ടനവധി ഉണ്ടായിരുന്നു. ഇവർ അവിടുത്തെ രക്ഷാപ്രവർത്തനം, അതിനുശേഷം ഈ മൃതദേഹങ്ങൾ വൃത്തിയാക്കുന്നതിലടക്കം സംസ്കരിക്കുന്നതിലടക്കം ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു പങ്കുണ്ട്. എന്തായിരുന്നു നിങ്ങളുടെ ഒരു പ്രവർത്തനം? ചൂരൽമലയിലും മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ ഒരു വലിയ ദുരന്തത്തിൽ മനുഷ്യരെന്ന നിലയിൽ എല്ലാവരും ഒരുപോലെ കൈമേൽ മറന്നുകൊണ്ട് സഹായഹസ്തവുമായി ഓടിയെത്തിയിട്ടുണ്ട്. വിഖായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ SKSSFന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ്. ഏറ്റവും വലിയ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശീലനം ലഭിച്ച പ്രവർത്തകരാണ് വിഖായയുടെ ആക്റ്റീവ് മെമ്പേഴ്സ്. ഈ ഒരു വലിയ ദുരന്തമുണ്ടായ അന്ന് രാവിലെ 5 മണിക്ക് തന്നെ നമ്മളുടെ പ്രവർത്തകരവിടെ എത്തി ജീവൻ നഷ്ടപ്പെട്ടു പോയ പലരുടെയും ശരീരങ്ങൾ എടുത്ത് മേപ്പാടിയിൽ എത്തിക്കുമ്പോൾ നമ്മളുടെ പ്രവർത്തകരുടെ വലിയ സേവനം ചൂരൽമലയുടെ പ്രദേശത്തുണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ശരീരം കൊണ്ടുവന്ന് വെക്കുന്ന ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അവിടെ കഴുകി വൃത്തിയാക്കുന്നിടത്തും വിഖായയുടെ സേവനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഖബറ് കുഴിക്കുന്നിടത്ത്, മയ്യത്തുകൾ ജനാസ കുളിപ്പിക്കുന്നിടത്ത് എല്ലാ മേഖലകളിലും സജീവമായി വിഖായയുടെ പ്രവർത്തനം ഉണ്ടായി എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പോൾ നമ്മുടെ ക്യാമ്പുകളിലുള്ള ആളുകൾക്ക് അവർക്കിപ്പോൾ ആവശ്യ സാധനങ്ങൾ നമ്മളെ വളണ്ടിയേഴ്സിന് ഉപയോഗിച്ച് ആളുകളെ കണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യം തിരിഞ്ഞ് അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടുന്ന് വളണ്ടിയേഴ്സ് എടുത്ത് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. ബൾക്കായിട്ട് കൊടുക്കുകയല്ല, ഓരോരുത്തരെയും കണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ ക്യാമ്പുകളിലൊക്കെ പിന്നെ നമ്മളൊരു കൗൺസിലിംഗ് ടീം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൗൺസിലിംഗ് ടീം ഇതിലൊക്കെ ദുരന്തത്തിനിരയായ ആളുകളെ ഹോസ്പിറ്റലിലും ക്യാമ്പുകളിലൊക്കെ പോയി കണ്ട് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന ഒരു ടീം ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ അവർ സജീവമായിട്ട് എന്ത് ചെയ്യും, അവർ രംഗത്ത് വരികയും ചെയ്യും. ഇവർ മാത്രമല്ല, മറ്റു ഒട്ടനേകം സന്നദ്ധ സംഘടനകളുണ്ട്. ഇവരുടെ ദുരന്തമുഖത്ത് ഇവരുടെ സാന്നിധ്യം ഈ നീല ഓവർകോട്ടിലൂടെ നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. ആ ദുരന്ത ഭൂമിയിൽ മാത്രമല്ല, പിന്നീട് ആശുപത്രിയിലും അതുപോലെ തന്നെ മോർച്ചറിയിലും പിന്നീട് ഇവരുടെ സംസ്കാരം നടക്കുന്ന ഖബർസ്ഥാനിലടക്കം ഇവരുടെ സേവനം ലഭ്യമായിരുന്നു. ഇവരെ രീതിയിൽ മറ്റു യുവജന സംഘടനകളും ഇതേ രീതിയിലുള്ള പ്രവർത്തനവുമായി ഈ മുണ്ടക്കയിൽ സജീവമായിട്ടുണ്ട്.